ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. കലക്കൻ ഓഫറുമായി BSNL. പ്രിയപ്പെട്ട ആർക്കെങ്കിലും റീചാർജ് ചെയ്ത് നൽകിയാൽ ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഓഫറാണ് BSNL പുതുതായി അവതരിപ്പിച്ചിരിക്കുന്നത്. ടെലികോം രംഗത്ത് പ്രതാപം തിരിച്ചുപിടിക്കാൻ ലക്ഷ്യമിടുന്ന പൊതുമേഖലാ കമ്പനിയായ BSNL പുത്തൻ റീചാർജ് ഓഫർ പ്രഖ്യാപിച്ചു. നിങ്ങൾക്കിഷ്ടമുള്ള ആർക്കെങ്കിലും BSNLന്റെ സെൽഫ് കെയർ ആപ്പ് വഴി 199 രൂപയ്ക്കോ അതിനു മുകളിലോ റീചാർജ് ചെയ്ത് നൽകിയാൽ 2.5% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് നൽകുമെന്നാണ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡിന്റെ പ്രഖ്യാപനം. ഇങ്ങനെ എത്ര വട്ടം റീചാർജ് ചെയ്താലും ഈ ആനുകൂല്യം ലഭിക്കും. നവംബർ 18 വരെ ഈ റീചാർജ് ഓഫർ ലഭിക്കുമെന്നും BSNL കേരള സർക്കിൾ അറിയിച്ചു. ദീപാവലി സമ്മാനമായി 1 രൂപ മാത്രം വിലയുള്ള പ്രൊമോഷണൽ പ്ലാൻ പുതിയ വരിക്കാർക്ക് BSNL അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു. പരിധിയില്ലാത്ത വോയിസ് കോളുകൾ, പ്രതിദിനം 2 GB അതിവേഗ ഡാറ്റ, പ്രതിദിനം 100 SMS എന്നിവ 30 ദിവസം വാലിഡിറ്റിയുള്ള ഈ ഓഫറിൽ ഉൾപ്പെടുന്നു. നവംബർ 15 വരെ ഈ ഓഫർ ലഭ്യമാണ് എന്നിരിക്കെയാണ് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് മറ്റൊരു പ്ലാൻ കൂടി അവതരിപ്പിച്ചിരിക്കുന്നത്. മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സൗകര്യം ഉപയോഗിച്ച് BSNL നെറ്റ്വർക്കിൽ ചേരുന്നവർ ഉൾപ്പെടെയുള്ള പുതിയ ഉപഭോക്താക്കൾക്ക് ഈ പ്ലാൻ ലഭ്യമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലക്ട്രിക് കരുത്തിൽ വിസ്മയം തീർക്കാൻ ഹോണ്ടയുടെ കുഞ്ഞൻ കാർ എത്തുന്നു. 2025 ജപ്പാൻ മൊബിലിറ്റി ഷോയിൽ ഹോണ്ടയുടെ പുതിയ ഇലക്ട്രിക് ഹോട്ട് ഹാച്ച്ബാക്ക് കൺസെപ്റ്റായ സൂപ്പർ 1 പ്രോട്ടോടൈപ്പ് അവതരിപ്പിച്ചു. 2025 ജപ്പാൻ മൊബിലിറ്റി ഷോയിൽ ഹോണ്ട തങ്ങളുടെ എല്ലാ കാറുകളും പുറത്തിറക്കുന്നു. കമ്പനി നിരവധി പൂർണ്ണ ഇലക്ട്രിക് കൺസെപ്റ്റുകൾ പ്രദർശിപ്പിക്കുന്നു. അവയിൽ പലതും വരും വർഷങ്ങളിൽ ഉൽപ്പന്ന ലോഞ്ചുകൾക്കായി ഒരുക്കിയിരിക്കുന്നു. 2026 വാഹന വിപണിയിൽ തരംഗമാകാനെത്തുന്ന ഒരു ഇലക്ട്രിക് വാഹന കൺസെപ്റ്റ് കമ്പനി ഇപ്പോൾ അവതരിപ്പിച്ചു. പൊതുജനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത കോമ്പാക്ട് ഇലക്ട്രിക് വാഹനമായ ഹോണ്ട സൂപ്പർ 1 പ്രോട്ടോടൈപ്പാണ് ടോക്കിയോയിൽ ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. ലൈറ്റ് വെയ്റ്റ് N സീരീസ് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചതും സ്പോർട്ടി ഡ്രൈവിംഗ് ഡൈനാമിക്സ് വാഗ്ദാനം ചെയ്യുന്നതുമായ പൂർണ്ണമായും ഇലക്ട്രിക് ഹോട്ട് ഹാച്ച്ബാക്കാണ് സൂപ്പർ 1 പ്രോട്ടോടൈപ്പ്. ബോഡി കിറ്റുള്ള N1 ഇലക്ട്രിക് കീ കാറിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് കൺസെപ്റ്റ് മോഡലാണിത്. ഹോണ്ട സൂപ്പർ 1 പ്രോട്ടോടൈപ്പ് ഒതുക്കമുള്ള ആകൃതിയാണ്. മുൻവശത്ത് അടച്ച കറുത്ത പാനൽ വൃത്താകൃതിയിലുള്ള LED ഹെഡ്ലാമ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നു. താഴെ വീതിയേറിയ ഫ്രണ്ട് ബമ്പറുണ്ട്. പിന്നിൽ 2 നേർത്ത LED ടെയിൽ ലൈറ്റുകൾ ഒരു വലിയ ലിഫ്റ്റ് ഗേറ്റിനരികിലായി പിൻ വിൻഷീൽഡ് വൈപ്പർ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഗ്ലാസ് സെക്ഷനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ക്യാബിനുള്ളിൽ വെർച്വൽ എഞ്ചിൻ ശബ്ദങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ആക്റ്റീവ് സൗണ്ട് കൺട്രോൾ സിസ്റ്റവും പ്രോട്ടോടൈപ്പിലുണ്ട്. അടുത്ത വർഷം ജപ്പാൻ, UK അടക്കമുള്ള വിദേശ വിപണികളിൽ ഈ മോഡൽ പുറത്തിറക്കാനാണ് ഹോണ്ടയുടെ പ്ലാൻ. ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഹോണ്ട ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഏതായാലും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രചാരമേറിക്കൊണ്ടിരിക്കുന്നതിനാൽ ഹോണ്ട സമീപ ഭാവിയിൽ തന്നെ ഇന്ത്യൻ വിപണിയിലെത്തിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇലോൺ മസ്കിന്റെ SpaceX കമ്പനിയുടെ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് സേവനം ഇന്ത്യയിൽ ആരംഭിക്കാനൊരുങ്ങുന്നു. സ്റ്റാർലിങ്കിന്റെ ഇന്ത്യൻ ലോഞ്ചിന് മുന്നോടിയായി ജീവനക്കാരെ ക്ഷണിച്ചുകൊണ്ട് ലിങ്ക്ഡിനിൽ SpaceX അപേക്ഷ ക്ഷണിച്ചു. ഫിനാൻസ്, അക്കൗണ്ടിംഗ് ജോലികളിലേക്കാണ് സ്റ്റാർലിങ്ക് ആളുകളെ എടുക്കുന്നത്. പേയ്മെന്റ് മാനേജർ, അക്കൗണ്ടിംഗ് മാനേജർ, സീനിയർ ട്രഷറി അനലിസ്റ്റ്, ടാക്സ് മാനേജർ എന്നീ ജോലി അവസരങ്ങളാണുള്ളത്. സ്റ്റാർലിങ്ക് ഇന്ത്യയുടെ ഓപ്പറേഷൻ ഹബ്ബായ ബംഗളൂരുവിലേക്കാണ് ജോലിക്കാരെ കമ്പനി ക്ഷണിച്ചിരിക്കുന്നത്. കൃത്രിമ ഉപഗ്രഹ നെറ്റ്വർക്ക് വഴി കുറഞ്ഞ ലാറ്റൻസിയിലുള്ള ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് എത്തിക്കുകയാണ് SpaceXന്റെ സ്റ്റാർലിങ്ക് പദ്ധതി. ഇതിനായി 10,000-ലധികം സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ ഇതിനകം വിക്ഷേപിച്ചു കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ ഉപഗ്രഹ ഇന്റർനെറ്റ് ശൃംഖലയാണ് ഇലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക്. 2025 അവസാനത്തോടെയോ 2026 തുടക്കത്തിലോ ഇന്ത്യയിൽ സ്റ്റാർലിങ്ക് ഉപഗ്രഹ ഇന്റർനെറ്റ് ലഭ്യമാവുമെന്നാണ് കരുതുന്നത്. ഇന്ത്യയിൽ സേവനം ആരംഭിക്കാനുള്ള അവസാനവട്ട പ്രവർത്തനങ്ങളിലാണ് സ്റ്റാർലിങ്ക് ഇന്ത്യ അധികൃതർ. മുംബൈയിലും ചെന്നൈയിലും നോയിഡയിലും ഗേറ്റ്വേകൾ സ്ഥാപിക്കാൻ അനുമതിക്കായി കാത്തിരിക്കുകയാണ് SpaceX. ഭാവിയിൽ ഈ ഗേറ്റ്വേകളുടെ എണ്ണം 9 മുതൽ 10 വരെയാക്കി ഉയർത്താനും കമ്പനി പദ്ധതിയിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.